ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. അപ്പോൾ ഇന്ന് എൻ്റെ 3 ഡേയ്സ് ഓഫ് വർക്കാണ് ഞാൻ ഒന്നിച്ച് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 3 ഡിഫറെൻറ്റ് സ്ഥലത്ത് സർജറി സെൻറ്ററിലും ഹോസ്പിറ്റലും ആയിട്ട് 3 ഡിഫറെൻറ്റ് സ്ഥലത്ത് ജോലിയാണ്. 3 ദിവസങ്ങളായിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാ ഡേയ്സും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നഴ്സിംഗ് റിലേറ്റഡ് ആയതുകൊണ്ട് അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. ഓൾസോ അത് എന്താ നടക്കുന്നത് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, കപ്പ് രാവിലെ എടുക്കുമ്പോൾ എൻ്റെ പേര് എഴുതിയിട്ട് ഞാനിവിടെ വെക്കും. അങ്ങനെയാണ് ഇവർ കഴുകിയിട്ട് കൊണ്ടുവരണമെന്ന് ഇവിടെ ഇരിക്കണേ. ഇതാണ് എൻ്റെ തേങ്ങാവെള്ളം വാങ്ങിച്ചതാണ്. സോ ഇതിങ്ങനെ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടി. ഇതിങ്ങനെ ഞെക്കിയിട്ട് ഉടനെ പ്രസ് ചെയ്താൽ മതി. ഇപ്പം രാവിലെ 5:55 കേട്ടോ. 6 മണിയാകുമ്പോഴാണ് എനിക്ക് പഞ്ചിങ് ചെയ്യാനുള്ളത്. വീടിൻ്റെ തൊട്ടടുത്താണെന്നുള്ളതാണ് ഈ ജോലിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് ഞാൻ റീസെൻ്റ്ലി തുടങ്ങിയ ജോലിയാണ്. ഈ ജോലിയുടെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവും പിന്നെ ഫസ്റ്റ് ഡേ അറ്റ് വർക്കും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നത് ഒരു ഓർത്തോപീഡിക് സർജറി സെൻറ്ററിലാണ്. ഞാൻ ആദ്യം ഇപ്പോൾ ഇത്ര നേരം ഡ്രൈവ് ചെയ്തത് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തൂടെ തന്നെയാണ്. അതാണ് ലൈറ്റ്സ് ഒന്നുമില്ല, നേരെ സ്ട്രെയിറ്റിങ് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റോഡിൽ എനിക്ക് ആകെ 2 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തും. അതാണ് ഈ ജോലിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. എനിക്ക് ഓർത്തോ എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാൻ ഈ ഒരു ജോലി എടുത്തത് ഇത്രയും അടുത്തായതുകൊണ്ട് ആണ് മെയിനായിട്ട്. പിന്നെ നമുക്ക് ഇല്ലാത്തൊരു സ്കിൽ സെറ്റും പഠിക്കാമല്ലോ. അപ്പം നമ്മൾ വന്നിട്ട് നമ്മുടെ ഫോണിൻ്റെ അകത്താണ് കേട്ടോ പഞ്ചിങ് ചെയ്യുന്നത്. എൻ്റെ 2 സർജറി സെൻറ്ററിൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഫോണിൻ്റെ അകത്താണ് നമ്മൾ ആപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കതിന് മെഷീനുണ്ട്. ഇവിടുത്തെ സ്ക്രബ് എന്ന് പറഞ്ഞാൽ ഇത് ഈ നേവി ബ്ലൂ കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടാണ്, ഇപ്പോൾ OR നഴ്സസിനൊക്കെ ആകുമ്പോൾ അറിയാം, നമ്മളെപ്പോഴും ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് നമ്മുടെ സ്ക്രബ്സ് എടുക്കുന്നത്. ഇവിടെ ആരും യൂണിഫോം എന്ന് പറയില്ല കേട്ടോ, സ്ക്രബ്സ് എന്നാണ് പറയുന്നത്. അതെല്ലാം ഓരോ സെൻറ്ററിൻ്റെ അനുസരിച്ചിട്ടുള്ള കളേഴ്സ് ആയിരിക്കും അവർക്കുണ്ടായിരിക്കുക. പിന്നെ ഞാൻ OR ആയതുകൊണ്ട് ഇത് ക്യാപ്പൊക്കെ വെച്ചു. നമ്മൾ ഇയറിങ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ ചെറിയ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരെ ORലേക്ക് പോയി. എനിക്കിപ്പോൾ അലർജിയുടെ പ്രശ്നമുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ഫീലിംഗാണ്. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ AC ആണ് മെയിനായിട്ട്. അതുകൊണ്ട് ഞാൻ വന്നപ്പോഴേ മാസ്ക് എടുത്ത് വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ OR എല്ലാം സെറ്റ് ചെയ്ത് എക്യുപ്മെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് നമ്മുടെ സ്റ്റെറൈൽ തിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് വെച്ചാൽ മതി. ആ ഒരു സ്റ്റെറൈൽ തിങ്സ് ഓപ്പൺ ആയിരിക്കുന്ന സ്പേസിൽ മാത്രം നമ്മൾ മാസ്ക് നിന്നാൽ മതി എന്നാണ് മെയിനായിട്ട് റൂള്. പക്ഷേ പേഷ്യൻസിൻ്റെ അടുത്ത് പോകുമ്പം ഒക്കെ വെക്കുക കേട്ടോ. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് മാസ്ക് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വന്നപ്പോഴേ അങ്ങ് മാസ്ക് വെച്ചു. ഇവിടെ നമുക്ക് ഒരു വലിയ ടീമുണ്ട്. ഞാൻ 6 മണിക്ക് വന്നെങ്കിലും ഇവിടെ 7 o'clock സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഞാൻ പിന്നെ സ്ക്രബും ആയിരിക്കും ആദ്യം വരുന്നത് ORൻ്റെ അകത്ത്. ഇവിടെ നേരത്തെ തലേദിവസം ക്ലീനൊക്കെ ചെയ്തതാണ്. എങ്കിലും നമ്മുടെ OR എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ജേംസിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല, മാറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വൈപ്പ് ചെയ്യുക. ഞങ്ങളെല്ലാം കമ്പ്യൂട്ടർ സഹിതം ഒന്നുകൂടെ നമ്മളൊന്ന് വൈപ്പ് ചെയ്യും പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ബെഡ് മേക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ്. ഞാൻ സർക്കുലേറ്ററാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ സർക്കുലേറ്ററിൻ്റെ ജോലിയാണ് ബെഡൊക്കെ മേക്ക് ചെയ്ത് എല്ലാ എക്യുപ്മെൻറ്റ്സും മെഡിക്കേഷൻസും എല്ലാം ഉണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പം ഞാൻ എല്ലാ എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് വരുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഞാൻ മെയിനായിട്ട് സ്ക്രബുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ സർജറി തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ ഞങ്ങളായിരിക്കും മെയിനായിട്ട് സ്ക്രബ് ഇപ്പം ടേബിൾ വന്ന് ഓപ്പൺ ചെയ്യും. അതൊക്കെ ഞാൻ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് തിങ്സൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്നും അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ എൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓർത്തോ സെൻറ്റർ ആയതുകൊണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് കേസ് ഒരു നീ സ്കോപ്പാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് അത് ഒരു ഈസി കേസാണ്, ചെറിയ കേസാണ്. പക്ഷേ അപ്പുറത്ത് ORലാകുമ്പോഴേക്കും വലിയൊരു കേസ് അവർക്ക് കുറച്ചുകൂടി സെറ്റ് ചെയ്യാൻ സമയം കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അത് സ്കെഡ്യൂൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സലൈൻ എടുത്തുകൊണ്ട് വരുന്നു, മെഡിക്കേഷൻ എടുത്തുകൊണ്ട് വരുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 7 മണിക്കാണ് കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സർജൻ വരണം, കൺസെൻറ്റ് സൈൻ ചെയ്യണം, പേഷ്യൻറ്റിനെ കാണണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് ഞാൻ ഈ OR സെറ്റ് ചെയ്തിട്ട് എനിക്കൊരു 5 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും പെട്ടെന്ന് പോയി എന്തെങ്കിലും കഴിക്കാം. കാരണം
ഇത് സർജറി സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് എമൗണ്ട് ഓഫ് ആൾക്കാരേ ഉള്ളൂ. എക്സ്ട്രാ പീപ്പിൾ ഒന്നുമില്ല. നമുക്ക് വന്ന് ബ്രേക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പേഴ്സൺ ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ ഇൻ ബിറ്റ്വീനിൽ നമ്മൾ തന്നെ സമയം കണ്ടെത്തി പെട്ടെന്ന് എന്തെങ്കിലും പോയി കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പുറത്തെ റൂമിൽ കേസ് നടക്കുമ്പോൾ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വന്ന് ഒന്ന് ബാത്റൂമിൽ പോവോ എന്തെങ്കിലും കഴിക്കുമോ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എവറി ഡേ നമുക്ക് ഇങ്ങനെ സമയം കിട്ടണമെന്നില്ല. ഞാനതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പം സർജൻ വരാനുള്ള സമയമുണ്ട് 5 മിനിറ്റ്. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു സ്നാക്കും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ലൗഞ്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് സർജറി സെൻറ്റർ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു സ്പേസാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട ഇതിനുള്ള ലൗഞ്ചാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് നമ്മുടെ റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രബിനെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടേബിളൊക്കെ കാണിച്ചു തരാമേ. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ കേസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്നും സമയം കിട്ടിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സ്നാക്ക് കഴിക്കാൻ വേണ്ടി സമയം ഞാൻ കണ്ടെത്തിയായിരുന്നു. അപ്പം അതാണ് ഈ സ്നാക്ക് കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ കേസസൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എൻ്റെ കേസസൊക്കെ കഴിഞ്ഞു, എൻ്റെ റൂമിലെ കേസ് കഴിഞ്ഞു. അപ്പം ഞാനിത് എൻ്റെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് വേണം എനിക്ക് അടുത്ത റൂമിലെ നേഴ്സിനെ റിലീവ് ചെയ്യാൻ വേണ്ടി ലഞ്ച് ബ്രേക്കിന്. ഓക്കെ, അപ്പം നമുക്ക് ലഞ്ച് കഴിക്കാം. എൻ്റെ പാത്രത്തിൻ്റെ സൈഡൊക്കെ പിടിച്ച് പൊട്ടിയിരിക്കണം. ഞാൻ ഇന്ന് കുറച്ച് സാലഡും ഒരു മുട്ടയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കണേ. ഞാൻ ഇനി ഉടനെ തന്നെ വീട്ടിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ ഇതേ കഴിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വീട്ടിൽ ചെന്ന് ഞാൻ ഭയങ്കര കഴിപ്പാണ്. അപ്പോൾ ജസ്റ്റ് സാലഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ മസാലയും കറികളും ഒന്നും ഞാൻ ജോലിയിൽ കൊണ്ടുവരില്ല, ചൂടാക്കാറുമില്ല. ഇനി അങ്ങനത്തെ റൈസ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ ചൂടാക്കിക്കൊണ്ട് വരും. ഇവിടെ വന്ന് ചൂടാക്കാറില്ല. അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പോയി റിലീവ് ചെയ്യട്ടെ. ഞാൻ എപ്പോഴും ഒരു കപ്പ് രാവിലെ എടുക്കുമ്പോഴേ എൻ്റെ പേര് എഴുതിയിട്ട് ഞാനിവിടെ വെക്കും. അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ പുതിയ കപ്പ് എടുത്ത് കളയണ്ടല്ലോ, ഞാൻ സേവ് ചെയ്യും. ഞാൻ പോയി റിലീവ് ചെയ്യട്ടോ കേട്ടോ. അപ്പം ഇനി ചേഞ്ച് ചെയ്ത് പോയാൽ മതി. ഇപ്പം സമയം 2:30 ആയതുള്ളൂ. ഞാനിന്ന് ആക്ച്വലി നല്ല ഏർലി ഇറങ്ങാൻ പറ്റി. യൂഷ്വലി ഇതിനൊക്കെ ഞങ്ങൾക്ക് താമസിക്കും കേട്ടോ. 3:30 ആകുമ്പോൾ ഞാൻ മോസ്റ്റ്ലി ഇറങ്ങാറുണ്ട്. ഇന്ന് ആക്ച്വലി ലഞ്ച് കഴിക്കാനും സമയം കിട്ടി. യൂഷ്വലി അങ്ങനെ സമയം കിട്ടാറില്ല. ഇനി നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം നമ്മുടെ സ്ക്രബ്സൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. ഹോസ്പിറ്റലാണ് കഴുകുന്നത്. ഈ ഒരു ഹാമർ പാഡിനകത്തേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ പഞ്ച് ഔട്ട് ചെയ്യുന്നത് ഫോണിൽ തന്നെയാണ്. അപ്പം ഞാൻ പഞ്ച് ഔട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ പൊരിഞ്ഞ ചൂടാണ്. ദേവ് എനിക്ക് കുഷ്യനായിട്ട് സീറ്റിൽ വയ്ക്കാൻ വാങ്ങിച്ചതാണ്. ബാക്ക് പെയിൻ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് തന്നെയല്ല, നല്ലതായിട്ട് ഫ്രണ്ട് കാണാനും നോക്കും. ഇങ്ങനെ എനിക്ക് നന്നായിട്ടേ ഇവിടെ ഫ്രണ്ട് കാണാം. അല്ലെങ്കിൽ ഞാൻ താന്നിരിക്കുമ്പോൾ ഇങ്ങനെ കാണത്തില്ല. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ക്യാമറയുണ്ട്. നമ്മൾ ക്യാമറ ഓണാക്കി വെക്കും ഇൻ കേസ് എന്തെങ്കിലും ഇനോ. പിന്നെ ഞാൻ നിങ്ങളെ ഇത് വിശദമായിട്ട് കാണിച്ചിട്ടില്ല. ഇത് പെപ്പർ സ്പ്രേ ആണ്. എനിക്ക് ദേവ് വാങ്ങിച്ചു തന്നാണ്. സോ ഇതിങ്ങനെ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടി. ഇതിങ്ങനെ ഞെക്കിയിട്ട് ഉടനെ പ്രസ് ചെയ്താൽ മതി. ഒന്ന് ടേൺ ചെയ്തിട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പം നമുക്കൊരു സേഫ്റ്റിക്ക് ഇവിടെ ഫ്ലോറിഡ ആക്ച്വലി ഗൺ അലൗഡ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. അതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൈ ഗണ്ണ് കാണുമ്പോൾ എനിക്ക് വേണമെങ്കിലും ഗണ്ണ് കൊണ്ട് നടക്കാം. അപ്പോൾ അതിനെ കഴിഞ്ഞൊക്കെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സേഫ്റ്റി ഇഷ്യൂ വന്നാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പെപ്പർ സ്പ്രേ. അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ ഇത് കാണുന്നതും നല്ലതായിരിക്കും. ഞാനിതുവരെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ എന്നും ദേവനോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അത് എടുത്ത് നോക്കി ആ പാനിക് ടൈമിൽ അങ്ങനെ പാനിക്കൊന്നും ആവാതെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കണമെന്ന്. സോ അതാണ് ഞാൻ എൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ എന്നും എടുത്ത് നോക്കും. ജസ്റ്റ് ടേൺ ആൻഡ് പ്രസ്, അത്രേ ഉള്ളൂ. ആമസോണിൽ നിന്ന് വാങ്ങിച്ചോട്ടോ. നമുക്ക് വീട്ടിൽ പോവാം. വീട് വരെ എത്താൻ ആക്ച്വലി 5 മിനിറ്റേ ഉള്ളൂ. റോഡിലൊരു 2-3 മിനിറ്റ്. പിന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്കകത്ത് 2 മിനിറ്റ്. പക്ഷേ ലൈറ്റ് ഞാൻ കാണിക്കാം. ചിലപ്പോൾ ഞാൻ ലൈറ്റ് ഇങ്ങനെ സ്റ്റക്കായിരിക്കും. അങ്ങനെ ഒരു 2 മിനിറ്റ് എക്സ്ട്രാ എടുക്കും. അല്ലേ, ഇവിടെ ഇങ്ങനെ ട്രാഫിക്കാണ്. ആകെ എനിക്ക് 2-3 ലൈറ്റേ ഉള്ളൂ റോഡിൽ. പക്ഷെ അതിന് തന്നെ ചിലപ്പം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത ലൈറ്റ് കട്ട പോസ്റ്റാണ്.
അങ്ങനെ ഞാൻ അടുത്ത ലൈറ്റിൽ വീണ്ടും പോസ്റ്റ് ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി കേട്ടോ. ഇതേണ്ട ഇവിടെ നിന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ടാവുന്നത്. നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല, സൈഡിലൊരു വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ ആണ്, നല്ല രസമാണ്. നമ്മുടെ വലിയ കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഉള്ള ഷോപ്പിംഗ് ഇതും ഗ്യാസ് സെക്ഷനും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്, കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെയുണ്ട്. സ്കൂളും കുറേ സംഭവങ്ങളെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്തുണ്ട്. ഡോക്ടേഴ്സ് ഓഫീസ് എല്ലാം ഉണ്ട്. ഞാൻ ഒരു ദിവസം കമ്മ്യൂണിറ്റി ടൂറും പിന്നെ ഹോം ടൂറും കൂടെ ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി ഇനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് പോകും. എൻ്റെ ഫോണാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായിട്ട് എനിക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ കയറി വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാഞ്ഞത്. എനിവേ ഞാൻ വീട്ടിൽ വന്നു. അപ്പം ഞാൻ ഇത്ര നേരത്തെ വന്നത് കാരണം അതുപോലെ തന്നെ വീടിന് ഒത്തിരി ഡ്രൈവില്ല, ഇങ്ങനെ ചൂടായിട്ടേ. ഇപ്പം നാളെ ഞാൻ ഇന്നെ കഴിഞ്ഞ് നേരത്തെ എത്തും, പക്ഷേ എനിക്ക് ജിമ്മിൽ പോകാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ ഇന്ന് എനിക്ക് ജിമ്മിൽ പോകാൻ തോന്നുന്നുണ്ട്. ദേവ് ഓൾറെഡി ജിമ്മിലുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തു. ലഞ്ച് കഴിച്ചല്ലോ, നേരെ ജിമ്മിലേക്ക് പോവാണ്. അപ്പം ഞാൻ ഇന്ന് പോയത് ഓർത്തോപീഡിക് ആയിട്ടുള്ള സർജറി സെൻറ്ററിലായിരുന്നു. നാളെ നമ്മൾ പോകാൻ പോകുന്നത് വേറൊരു സർജറി സെൻറ്ററിലാണ്. ഇന്ന് ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ പോകാൻ വേണ്ടി. നാളെ പക്ഷേ എനിക്കൊരു 35 മിനിറ്റ്സ് ഒക്കെ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇന്ന് ഞാൻ വേറൊരു സർജറി സെൻറ്ററിലാണ് ജോലിക്ക് പോകുന്നത്. യൂഷ്വലി ഞാൻ രാവിലെ എണീക്കുമ്പോൾ എംപ്റ്റി സ്റ്റമക്കിൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഹണി ആൻഡ് ലെമൺ ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി പല്ലിന് ബ്രിഡ്ജസ് വെച്ച കാരണം ഹണി മാത്രമാക്കിട്ടോ, ആ പുളിപ്പ് അങ്ങ് മാറാൻ വേണ്ടിയിട്ടേ. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ കുക്കുവയ്ക്കുള്ള ലഞ്ചും കൂടെ വെക്കും. അവൻ ഭയങ്കര പിക്ക് ചെയ്തുകൊണ്ട് സ്കൂളിലത്തെ ലഞ്ചൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ആശ്വാസത്തിൻ്റെ ഇവിടെ നിന്ന് എന്തെങ്കിലും കൊടുത്തു വിടും. ഇതും കഴിക്കത്തൊന്നുമില്ല കേട്ടോ. ഇന്ന് ആക്ച്വലി കുക്ക് എന്നെ നേരത്തെ എണീപ്പിച്ചുവേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് 7:45 ജോലിക്ക് എത്തിയാൽ മതി. 7 o'clock 7:10 കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അപ്പം എന്നാൽ ശരി ജിമ്മിൽ പോയേക്കാമെന്ന് വിചാരിച്ചു. യൂഷ്വലി ഞാൻ ജിമ്മിൽ എപ്പോഴും ജോലി കഴിഞ്ഞിട്ടാണ് പോവാറ്. പക്ഷേ ഇന്ന് ആക്ച്വലി നേരത്തെ എണീറ്റു. പിന്നെ ആ ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ട്. നല്ലതായിട്ട് തലേദിവസം ഉറങ്ങുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് രാവിലെ ഉണ്ടല്ലോ. പിന്നെ ജിമ്മ് നമ്മുടെ തൊട്ടടുത്തുമാണ്. എനിക്ക് എന്താണെങ്കിലും 7 o'clock കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇപ്പം ഒരു 1 hour വിൻഡോ ഉണ്ട്. ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാമല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ ജിമ്മ്. ഈ ജിമ്മാണെങ്കിൽ പ്രത്യേക ഒരു ജിമ്മാണ്, സൂപ്പറാണ്. നമുക്കൊട്ടും മൂടില്ലാതെയാണ് നമ്മൾ ഈ ജിമ്മിൽ ചെല്ലുന്നതെങ്കിലുണ്ടല്ലോ, ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ ആ ഒരു വൈബ് കാണുമ്പോഴത്തേക്കും നമുക്ക് ആ സ്പിരിറ്റ് കിട്ടും. പിന്നെ എനിക്ക് അത്ര സമയമൊന്നുമില്ല, 30 മിനിറ്റ്സേ ഉള്ളൂ. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് ആ ഡേ ഫുൾ നിൽക്കും. അപ്പം അതൊരു നല്ല ഇതല്ലേ. അതുകൊണ്ട് എന്താണെങ്കിലും ഇന്ന് വന്നത് നല്ലൊരു കാര്യമായി. അങ്ങനെ ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. കുറച്ച് സമയം കിട്ടിയുള്ളൂ, 1/2 മണിക്കൂർ കിട്ടിയുള്ളൂ. എന്നാലും ഫീലിംഗ് സോ ഗുഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രാവിലെ വരുന്നത്. ഇപ്പോഴും ഞാൻ വൈകുന്നേരം വന്നിട്ടുള്ളൂ. ഇന്നലെ കൊക്കുവേബി രാവിലെ എണീപ്പിച്ച കാരണം ഞാൻ വിചാരിച്ചു വന്നാൽ ശരി രാവിലെ തന്നെ വന്നേക്കാന്ന്. അല്ലെങ്കിൽ ഞാൻ ഇനി ജോലി കഴിഞ്ഞ് ഡ്രൈവ് ചെയ്തിട്ട് ക്ഷീണിച്ചിട്ട് വരണം. അതിനൊക്കെ നല്ല ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. രാവിലെ വർക്കിംഗ് ഔട്ട് സോ ഗുഡ്. നമുക്ക് ഓടിപ്പോയിട്ട് കുളിച്ചിട്ട് ഞാൻ ഓൾറെഡി മുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് ജോലിക്ക് പോകണം. എനിക്കൊരു 35-40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. ഞാൻ 2 മുട്ട ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. നമുക്ക് പെട്ടെന്ന് കഴിക്കാം. നമ്മുടെ നാട്ടിലത്തെ തേങ്ങാവെള്ളത്തിന് അത്ര ഇല്ല, എന്നാലും ഏകദേശമൊക്കെ അടുത്ത് വരുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ഏകദേശം ഉണ്ടോ, കുഴപ്പമില്ല. ഞാൻ കുറേ നാളായിട്ട് നാട്ടിൽ നിന്ന് പോന്നിട്ട്, അതുകൊണ്ട് ഇപ്പം നാട്ടിലത്തെ തേങ്ങാവെള്ളത്തിൻ്റെ രുചി എന്താണെന്ന് പോലും അറിയില്ല. ഇനി ഞാൻ കഴിച്ചിട്ട് ഓടിപ്പോയി കുളിച്ച് റെഡിയായി പോന്നു. ഓക്കെ, പിന്നെ കാണാം. കുക്കുവേബി സ്റ്റിൽ ഉറക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പോകുന്നല്ലോ. ഇനി കുക്കുവിനെ എണീപ്പിച്ച് കുളിപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിച്ച് കഴിപ്പിച്ച് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് കൊണ്ടുവിടുന്ന ഉത്തരവാദിത്തം ദേവിൻ്റെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് അകത്തുകൂടെ തന്നെയാണ്. നിങ്ങളിപ്പോൾ റൈറ്റ് സൈഡിലൊരു കൊച്ചു ലൈൻ കണ്ടോ? ആ ലൈൻ എന്ന് പറഞ്ഞാൽ സൈക്ലിസ്റ്റിനും പിന്നെ ഓടുന്ന ആൾക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. കാരണം ഈ ഫ്ലോറിഡ് നല്ല വെതർ ആയതുകൊണ്ട് എപ്പോഴും രാത്രിയിൽ നിന്നും പകലും വെളുപ്പിനെന്നൊന്നുമില്ല, എപ്പോഴും അവിടെ ആൾക്കാർ കാണും. സോ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാനൊരു 2 മിനിറ്റ് ലേറ്റാണ്. പുതിയ സ്ക്രബൊക്കെ വന്നത്, പുതിയതല്ല, ഇങ്ങനെയാണ് ഇവർ കഴുകിയിട്ട് കൊണ്ടുവരണത്. ഇവിടെ ഇരിക്കണേ
ഇവിടെ ആഴ്ച ഒരിക്കലല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഷൂ ഒക്കെ കൊണ്ടുവരും, ഇവിടെ വെച്ചിട്ട് പോകാറില്ല. ഇവിടെ ഞങ്ങൾ ഫോണിലാണ് പഞ്ചിങ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെയ്യട്ടെ, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ. അപ്പം ഇന്നലത്തെ പോലെ തന്നെ ഞാൻ വന്ന് സ്ക്രബിലേക്ക് ചേഞ്ച് ചെയ്തു. ഈ ഒരു കളറാണ് ഇവിടുത്തെ സർജറി സെൻറ്ററിൻ്റെ കേട്ടോ. ഈ കളറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ഞാൻ ക്യാപ്പൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇന്നലത്തെ കളർ നേവി ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നാളെ നമ്മൾ പച്ച കളറാണ്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും കയറുന്നതിന് മുമ്പ് ഇവിടുന്ന് നമ്മൾ നമ്മുടെ ലോക്കർ റൂമിൽ നിന്ന് എല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ ആ ഫുൾ അറ്റയറിലാണ് ഇറങ്ങുന്നത്. കാരണം ORലേക്ക് കയറുമ്പോൾ ഒരു റെഡ് ലൈൻ കാണും, അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഫുൾ അറ്റയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒക്കത്തുള്ളൂ. ഈവൻ പ്രിയോപ്പും പാക്യും ORൻ്റെ ഒരു ഫുൾ യൂണിറ്റ് ആണെങ്കിലും അവിടെ പ്രിയോ പാക്യൂലുള്ളവർക്ക് വരെ ORൻ്റെ അകത്ത് കയറാൻ ഒക്കത്തില്ല. കാരണം അവരങ്ങനെ ക്യാപ്പൊന്നും വെച്ചിട്ടല്ലായിരിക്കും നടക്കുന്നത്. നമ്മൾ ഫുൾ അറ്റയറിലായിരിക്കും കേട്ടോ എപ്പോഴും. ഞാൻ റെഡി ആയിട്ടോ. അപ്പം ഈ ഒരു ഡോർ ഉണ്ടോ, ഈ ഡോറിൻ്റെ അകത്തേക്കാണ് ORs ഉള്ളത്. OR പിന്നെ ESPD ഒക്കെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് കഴുകുന്ന സെക്ഷൻ, അതെല്ലാം OR റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്റ്റോറേജും അതെല്ലാം ഈ ഒരു ഡോറിൻ്റെ അകത്താണ്. അതിൻ്റെ ബിഫോർ ഉള്ളതാണ് പ്രിയോപ്പ് ആൻഡ് പാക്യൂ. അപ്പം ഞാൻ ORലേക്ക് വന്നു. ഇതാണ് എൻ്റെ OR. ഇവിടെ തേഴ്സ്ഡേയ്സിൽ ഐ സർജറീസാണ് ചെയ്യുന്നത്, സെയിം സർജനാണ് ചെയ്യുന്നത്. അപ്പം എല്ലായിടത്തെയും പോലെ തന്നെ നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാം തുടയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് അത്യാവശ്യം പൊടികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലേ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതൊക്കെ ഞാൻ വേറൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. അതൊക്കെ കറക്റ്റാണോ, ഹ്യൂമിഡിറ്റി എത്ര വേണം എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ആ സർജറിക്ക് പറ്റിയ ഒരു സെൻറ്റർ ഫോളോ ചെയ്യുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സും ഉണ്ട്, റൂൾസുണ്ട്, അത് ചെയ്യാന്നുള്ളത്. അപ്പം ഇത് ഞാൻ കഴിഞ്ഞൊരു ദിവസം എടുത്ത വീഡിയോ ആണ്. കാരണം ഇന്ന് എനിക്കിവിടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവരെ എല്ലാം വെച്ചിട്ട് എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇത് ഞാൻ എവറി ഡേ ചെയ്യുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതെല്ലാം ഐയുടെ എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഓൾറെഡി ഈ റൂമിൽ തന്നെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ എല്ലാം കവറൊക്കെ ഇട്ടിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, അതെല്ലാം എടുക്കുക. പിന്നെ അൺപ്ലഗ് ചെയ്തിട്ടുണ്ടായിരിക്കും, കാരണം ഇവിടെ വേറെ നൈറ്റിലൊക്കെ മോപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ വരും. അപ്പോൾ നമ്മളെല്ലാ എക്യുപ്മെൻറ്റ്സും അൺപ്ലഗ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം അതെല്ലാം റീപ്ലഗ് ചെയ്ത് വർക്കിംഗ് ആണോ, പിന്നെ എന്തെങ്കിലും സെറ്റിങ്സ് ഒക്കെ അതിൻ്റെ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അതൊക്കെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്ക്രബും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവിടെ ഇപ്പോൾ പുതിയ പിള്ളേർ വന്നിട്ടുണ്ട്, അപ്പം അവരുടെ ടേബിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് എടുത്തതാണ് വീഡിയോ കേട്ടോ. ഇത് അന്ന് ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സിൽ ഞാനെല്ലാം നല്ല ഡിസ്ക്രൈബ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, എന്നാലും നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് ലെൻസും കാര്യങ്ങളും അതെല്ലാം ക്ലീൻ ചെയ്യുന്നതും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പം നമ്മുടെ സ്ക്രബ് ബിസിയോ അല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യണം. ഇതൊരു ടീമായിട്ടാണ്, നമ്മൾ ഒരാളുടെ റോൾ ഇതാണെങ്കിലും നമ്മൾ എല്ലാം ഹെൽപ്പ് ചെയ്യണം. അപ്പം ഞാനാണെങ്കിൽ സ്ക്രബിൻ്റെ നമ്മുടെ പാക്കേജൊക്കെ കൊണ്ടുവരുവാണ് ടേബിൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റെറൈൽ തിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് വെച്ചാൽ മതി. ആക്ച്വലി അതിന് മുന്നേ മാസ്ക് വെക്കണം എന്നില്ല. പേഷ്യൻസിൻ്റെ അടുത്ത് പോകുമ്പം ഒബ്വിയസ്ലി വെക്കണം. ഇപ്പം ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്, സ്റ്റെറൈൽ പാക്ക്. അപ്പം നമ്മുടെ റൂമിൽ ആരെങ്കിലും നിൽപ്പുണ്ടെന്ന് വിചാരിച്ചോ, ഇപ്പോൾ CRNയോ വേറെ പിള്ളേരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയണം, ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാ, നിങ്ങൾ മാസ്ക്. അപ്പം ഞാനാണെങ്കിൽ മാസ്ക് ഇല്ലാത്തവർക്ക്, അപ്പോൾ അവരെന്തെങ്കിലും CRNയൊക്കെ എന്തെങ്കിലും പണി ചെയ്യുവാണെങ്കിൽ അവർക്കൊരു മാസ്ക് വെളിയിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് അങ്ങ് വെക്കാമല്ലോ. പിന്നെ സ്റ്റെറൈൽ ട്രേ ഓപ്പൺ ചെയ്യുമ്പം എപ്പോഴും നമ്മൾ നമ്മുടെ ORലുള്ളവർക്ക് അല്ലെങ്കിൽ നഴ്സസിനറിയാം, നമ്മൾ ആ ഒരു ഇൻസൈഡ് പോർഷനാണ് സ്റ്റെറൈൽ. അപ്പം നമ്മളത് ഒരിക്കലും ടച്ച് ചെയ്യാൻ ഒക്കത്തില്ല. ഇൻ കേസ് അങ്ങനെ നമ്മൾ ടച്ച് ചെയ്തെങ്കിൽ നമ്മൾ വേറെ പാക്ക് എടുക്കണം. അപ്പം ഞങ്ങൾ പുതിയ സ്റ്റുഡൻസ് വേറെ ആരെങ്കിലും ഫെലോസൊക്കെ വരുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നീല കളറിൽ എന്ത് സാധനം കണ്ടാലും പോയി ടച്ച് ചെയ്യരുത്. കാരണം അന്നേരം അവർക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഒന്നും ടച്ച് ചെയ്യരുത്, കുറച്ച് ദൂരം മാറി നിൽക്കുക. നമ്മൾ സ്റ്റെറൈലിൻ്റെ ടേബിളിൻ്റെയും അല്ലെങ്കിൽ തിങ്സിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറി നിൽക്കുക എപ്പോഴും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഇംപ്ലാൻസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്, പേഷ്യൻ്റ് തിങ്സൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതെല്ലാം നോക്കി സെറ്റിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കേസൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ എക്യുപ്മെൻസിൻ്റെ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ORൽ ഇനിയും അടുത്ത ദിവസം വേറെ കേസല്ല, ഈ കേസ് തന്നെയാണ്. സോ നമ്മൾ ഈ എക്യുപ്മെൻസ് ഒന്നും മാറ്റുന്നില്ല, അപ്പോൾ അത് കവർ ചെയ്യുവാണ്.
അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ പരിപാടി. അപ്പം ഇവിടെ പ്രൊസീജിയറാണ്. ഇതിന് മുന്നേ ഞാൻ എന്തെന്നെ പറയുന്നതൊന്നും കൂടെ ശരിയാകുന്നില്ല. ഇതിന് മുന്നേ ഞാൻ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ. ഞാനതോടെ ലിങ്കിലിടാം. ഫുൾ ഡേ നന്നായിട്ട് എടുക്കാൻ പറ്റിയായിരുന്നു. ഇന്ന് കുറേ ആൾക്കാരും ബഹളമൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി എനിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് എല്ലാവരും എടുക്കാൻ എളുപ്പത്തില്ലല്ലോ വീഡിയോ. സോ ആ ഷോർട്സിന് ഞാൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി വീട്ടിൽ പോവാം. പിന്നെ വേറെ എന്തെങ്കിലും പണി ഉണ്ടോ എന്ന് അപ്പത്തേക്ക് നോക്കണം. ഉച്ചയായതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പോവുമായിരിക്കും. ഓക്കെ, എന്തൊരു സുഖമല്ലേ. ഞങ്ങൾക്ക് അവിടെ എൻ്റെ സാധനങ്ങൾ വന്നതിൻ്റെയാണ്. എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ ബൂസ്റ്റ് ഇറ്റ്സ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറയുന്ന പോലെ ഇതാണ് എൻ്റെ തേങ്ങാവെള്ളം. ഞാനെപ്പോഴും ബാഗിൽ ഒരെണ്ണം വെക്കും, ഫ്രിഡ്ജിൽ വെക്കില്ല. ദൈവനാണ് ഫ്രിഡ്ജിൽ വെച്ചത്. എനിക്ക് തണുപ്പോ അത്ര വേണ്ട. എന്നിട്ട് ഞാൻ എന്തിനാണ് പറയുന്നതല്ലേ. ശരി, അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ എനിക്ക് സന്തോഷമാണ്. പിന്നെ ഞാൻ പറയുന്നതെല്ലാം ഇവിടാന്ന് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകും. കാരണം എനിക്ക് അലർജി ACD ഉള്ളത് കാരണം മൂക്കങ്ങ് ഒരുമാതിരിയാവും. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല സന്തോഷമായി. നല്ല ചൂടാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും പൊള്ളാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. ഓക്കെ, ഈ ഒരു ജോലി കഴിഞ്ഞിട്ടുള്ള ഡ്രൈവ് എനിക്കിഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്ന ഡ്രൈവ് രാവിലെ നല്ല രസമാണ്. സൂര്യൻ ഉദിച്ച് വരുന്നു, നല്ല പീസ്ഫുൾ. റോഡിൽ അത്ര കാറൊന്നും കാണത്തില്ല, നല്ല രസമാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ഭയങ്കര ബിസിയാണ്. ഒത്തിരി ലൈറ്റ്സും പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഭയങ്കര ടയർഡാവും. പക്ഷേ എനിക്ക് ഇവിടെ ഈ ടീമിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് ദൈവത്തിന് താല്പര്യമില്ല ഇങ്ങോട്ടേക്ക് ഞാൻ വരുന്നത്. എന്നാലും ഞാൻ ഈ ജോലി കളയാതെ വെച്ചേക്കുന്നത്. ഇതും നാളെ ഉള്ള ഹോസ്പിറ്റലിലെ ജോലി. വേണ്ട ഗായ്സ്, ആകെ 10 മിനിറ്റ് ആയതേ ഉള്ളൂ, മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ വെതർ പെട്ടെന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി പെട്ടെന്ന് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ നല്ല വെയിലായിരിക്കും. ഞാൻ 1 മിനിറ്റ് പോലും ആയില്ല കേട്ടോ, അപ്പോഴേക്കും നല്ല വെയിലായിട്ടോ. ഇനി മഴ കാണും. നല്ല കാറ് കയറി വരുന്നുണ്ട്. ഇപ്പം ജൂലൈ ആയതുകൊണ്ട് മഴയാണ് വൈകുന്നേരങ്ങളിൽ ആക്ച്വലി. അപ്പം ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല വെയിലുമാണ്. എനിക്ക് വീട്ടിലേക്കൊരു 35-40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇത്രയൊന്നും ചൂടടിച്ചിട്ട് എനിക്ക് ക്ഷീണമായി. അപ്പം അതോടുകൂടി ഇന്നത്തെ ഡേ കഴിഞ്ഞു. ഇനി നമ്മൾ നാളെ ഹോസ്പിറ്റലാണ് പോകുന്നത്. അപ്പം കാണാം. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് ഞാൻ ഹോസ്പിറ്റലാണ് ജോലിക്ക് പോകുന്നത്. അത് നമ്മൾ ഇന്നലെ പോയ സർജറി സെൻറ്ററില്ല, അതിൻ്റെ തൊട്ടടുത്താണ്. ഈ ഹോസ്പിറ്റലിലെ ജോലിയും ആ സർജറി സെൻറ്ററിലെ ജോലിയും ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം കിട്ടിയ ജോലികളാണ്. അവിടുന്ന് ആ ജോലികൾക്ക് എനിക്ക് 5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ വീട്. അത് നമ്മളിപ്പോൾ മൂവ് ചെയ്തപ്പം അങ്ങോട്ടേക്ക് ഒരു 35 മിനിറ്റ്സും ഇങ്ങോട്ടേക്ക് ഒരു 3/4 മണിക്കൂറും എടുക്കും. ഇപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് 6:45 നമ്മുടെ പഞ്ചിങ് ടൈം. പക്ഷേ അവിടെ രാവിലെ ഹഡിലൊക്കെ ഉണ്ട്. അതൊരു ഓൾറെഡി നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ORൻ്റെ അകത്തൊരു 6:35-40 ഒക്കെ ആകുമ്പോൾ തന്നെ ചെല്ലണം. അപ്പം അതനുസരിച്ച് ഇവിടുന്ന് ഇറങ്ങണം. അപ്പം കുറച്ചുകൂടെ ഏർലി ഇവിടുന്ന് ഇറങ്ങണം. ഇപ്പം എനിക്ക് ഡ്രൈവ് ഉള്ളതുകൊണ്ട് എനിക്കൊരു 6 മണിക്ക് ഇറങ്ങണം. ഐ തിങ്ക് ഞാൻ 6 മണിക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അവിടെ കറക്റ്റ് സമയത്ത് എത്താമല്ലോ. അപ്പം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്നത്. ഇവിടെ എത്തിയിട്ടോ. എൻ്റെ ID കാർഡ് വർക്കാവുമോ എന്തോ. വർക്കായി. എത്ര നാളായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ഞാൻ നേരത്തെ വന്നു. ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പഞ്ചവട്ടൊക്കെ ചെയ്യണത്. നമ്മുടെ സ്ക്രബ്സ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത് ഗ്രീൻ വേൾഡാണ്. എൻ്റെ സൈസ് എവിടെയായിരുന്നു മാറ്റിയവർ. ഇതാണ് ഇവിടുത്തെ ലൗഞ്ച്. ഇതാണ് എൻ്റെ ലൊക്കേഷൻ. ഞാനെപ്പോഴും ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയണ ഡിയോഡ്രൻറ്റും അതുപോലെ തന്നെ
ഫെബ്രീസിൻ്റെ ഒരു കൊച്ചിതും വെച്ചിട്ടുണ്ട്. അത് ഷൂസിലും അടിക്കാം, കാരണം ഷൂ ഒക്കെ ഇങ്ങനെ നമ്മൾ സ്മെല്ലായിരിക്കാൻ വേണ്ടി. സോ അതെല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ക്രീം, ഇത് എൻ്റെ ഇത് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ പച്ചക്കിളിയായിട്ട് തിരിച്ച് വരാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ക്യാപ്പൊക്കെ ഡിഫറെൻറ്റ് വെച്ച് ഏതാ സെറ്റ് ചെയ്യുന്നതൊക്കെ നോക്കുന്ന പരിപാടികളൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണാം. പിന്നെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇവിടെ ഞാൻ ഫുൾ ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്തപ്പോഴാണ്. എൻ്റെ ഫസ്റ്റ് ജോലിയാണ് ഇവിടെ ഇതായിരുന്നു. അപ്പം ഇവിടെ ഫുൾ ടൈം ആയിരുന്നു. അതിൻ്റെ ഒരു 2 ഇയർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ PRN പോയി. അത് നമ്മുടെ ഡേവിൻ്റെയും എൻ്റെയും ഒരു ഫാമിലി ഡിസിഷനായിരുന്നു. കാരണം ഇവിടെ വീക്കെൻഡ് നമുക്ക് ഓൺ കോൾ ചെയ്യണമായിരുന്നു. പിന്നെ എൻ്റെ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ ത്രൂ ഫ്രൈഡേ 4 ഡേയ്സ് സ്ട്രെയിറ്റ് 10 hours ആയിരുന്നു. അപ്പം കുക്കു ബേബിയുടെ കൂടെയുള്ള ടൈം നമുക്ക് വീക്കെൻഡിൽ എനിക്ക് കോൾ വരുമ്പം ആകെ ഒരു സ്കെഡ്യൂളിൽ ഒരു കോളേ ഉള്ളൂ. എങ്കിൽ പോലും ആ ഒരു വീക്കെൻഡ് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അവനെ ഇട്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, അങ്ങനെ ഓൺ കോളൊക്കെ വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഡിസിഷൻ്റെ പുറത്ത് ഞാൻ എല്ലായിടത്തുനിന്നും ഫുൾ ടൈം വിട്ട് PRനാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാമല്ലോ. അപ്പം ഹഡിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ORൽ വന്ന് ഞാൻ യൂറോളജി കേസസാണ് ഇന്ന് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ORലേക്ക് പോയി കേട്ടോ. എനിവേ, ഹോസ്പിറ്റലാകുമ്പോൾ നമുക്ക് 30 മിനിറ്റ്സ് ലഞ്ച് ബ്രേക്ക് എന്താണെങ്കിലും കിട്ടും. യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് 15 മിനിറ്റ്സ് കിട്ടാറുണ്ട്. ഇന്ന് ടൈമില്ലായിരുന്നു. എനിവേ, നമ്മുടെ ലൗഞ്ചിൽ പുതിയ കോഫി മെഷീനൊക്കെ വന്നു. അപ്പം അതെന്നോട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തരുമായിരുന്നു. നമ്മൾ ഫാൻസി വന്നു. അപ്പം ഞാൻ ഏതായാലും ഒരു ഗ്രീൻ ടീ എടുത്തു ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ. ഞാൻ ലഞ്ചിന് കൊണ്ടുവന്നത് ചിക്കനും കോണുമാണ് കേട്ടോ, സ്റ്റീംഡും പിന്നെ ഗ്രിൽഡ്. പിന്നെ ഒരു ഗ്രീൻ ടീയും കുടിച്ചു. അപ്പം നമുക്ക് 30 മിനിറ്റ്സ് ഉണ്ട്. നമുക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പോയാൽ മതി. വേറൊരാൾ എന്നെ റിലീവ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടും ചിലപ്പം തിരക്കാണെങ്കിൽ ആരും ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ചിലപ്പോൾ നമുക്കൊരു 15 മിനിറ്റ്സ് ബ്രേക്കും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലൗഞ്ചിൽ TV കണ്ട് നമുക്ക് മിണ്ടാതിരുന്ന് TV ഒക്കെ കണ്ട് സമാധാനപരമായി കഴിച്ചിട്ട് പോകാം. ഇതിപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് ചെന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന്, ആക്ച്വലി ഞാൻ 3 മണി വരെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അവർ തിരക്കായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ നിന്നു. അപ്പം എന്നെ വേറൊരാൾ റിലീവ് ചെയ്തു. അപ്പം ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഫാൻസി മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് മിൽക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ട് മിൽക്കൊക്കെ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ട്. ഇന്നാൾ എന്നോട് ആരോ ചോദിച്ചായിരുന്നു ഇവിടെ ഹോസ്പിറ്റൽ സ്നാക്സ് ഒക്കെ ഉണ്ടോയെന്ന്. നമുക്ക് ചെറിയ ക്രാക്കേഴ്സും പീനട്ട് ബട്ടറും അങ്ങനത്തെ കുറച്ച് 2-3 സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഞാനൊരു ക്രാക്കറൊക്കെ എടുത്തിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇവിടെ ഫ്രൈഡേയ്സിൽ ഡോണറ്റ്സും, യൂഷ്വലി ഇങ്ങനെ ഹോസ്പിറ്റലാണെങ്കിലും സർജറി സെൻ്റർ ആയാലും ആരെങ്കിലും ട്രീറ്റ്സും ഒക്കെ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നുണ്ടായിരിക്കും. ഞാനൊരു ക്രാക്കറും ഒരു ചായയും കൂടി എടുത്തു. ഞാൻ ഇച്ചിരി 1 മണിക്കൂർ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം തിരക്കായതുകൊണ്ട് എന്നോട് നിൽക്കാവാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം കൂടെ നിൽക്കാൻ പോവുകയാണ്. എനിവേ, ഞാൻ രണ്ടിൻ്റെ കുക്കി എടുത്ത് എൻ്റെ മേത്ത് ഇട്ടിരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ ഈ ചായക്കകത്ത് മുക്കി കഴിക്കുന്നതായിട്ട് നിങ്ങളൊന്നും തോന്നരുത് കേട്ടോ. ഞാൻ എല്ലാ സാധനം ഇങ്ങനെ മുക്കിയാണ് കഴിക്കുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കേസ് കഴിഞ്ഞില്ല, ഞാൻ ഇറങ്ങി. അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എൻ്റെ ഷൂ റാക്കിൽ എൻ്റെ ഷൂ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതറിയാതെ വേറെ ഷൂ ഒക്കെ കൊണ്ടുവന്ന് വേറെ ഷൂ ഒക്കെ കെട്ടി ചുമന്നുകൊണ്ട് വന്നാൽ ഞാനിവിടെ ഒരു ഷൂ വെച്ചിട്ടുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇവിടെയാണ് നമ്മൾ സ്ക്രബ്സ് ഊരിയിട്ടിടുന്ന കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ പോകാൻ റെഡിയായി, ചേഞ്ച് ചെയ്തു. ഞാൻ ആക്ച്വലി 1 മണിക്കൂർ കൂടുതൽ ഇവിടെ നിന്നു, കാരണം ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം 4:15 ഒക്കെ ആയി. ഞാൻ 3 മണി വരെ ഉള്ളായിരുന്നു യൂഷ്വലി ജോലി ചെയ്യുന്നത്. പക്ഷേ ഇപ്പം 4:15 4:30 ആവാറായി. നമുക്ക് വേഗം പോകാം. എൻ്റെ സ്ക്രബ്സ് എല്ലാം എടുക്കട്ടെ. നമ്മൾ പഞ്ചവട്ടി എപ്പോഴും ചോദിക്കും 30 മിനിറ്റ്സ് ബ്രേക്ക് കിട്ടിയോന്ന്. കിട്ടി, അക്സെപ്റ്റഡ്. ഓക്കെ, ടൈം ടു ഗോ. ആക്ച്വലി ഇന്ന് എനിക്ക് ജോലിയാണെങ്കിൽ കുറച്ച് റഷ് പോലെയായിരുന്നേ. എന്നാ ചോദിച്ചാൽ ഞാനിവിടെ 2 മാസം കൂടിയിട്ടാണ് വരണേ, 2-2.5 മാസം കൂടിയിട്ടാണ് വരണേ. ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, എത്ര ആൾക്കാരാണെന്നറിയോ നമ്മളിങ്ങനെ
കാണുമ്പോഴേക്കും ഇത്ര നാൾ മിസ് ചെയ്തു, നീ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ജോലി കളയാതെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഭയങ്കര നല്ല ടീമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം തന്നെയാണെങ്കിൽ ഇറങ്ങിയപ്പോഴൊക്കെ ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ദൈവനോട് പറയുമായിരുന്നു ഞാനിവിടെ ക്വിറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ, പക്ഷേ സ്റ്റിൽ ഇന്ന് തന്നെയാണെങ്കിലും ഞാൻ വന്ന കാരണം അവർക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു. ഐ മീൻ വന്നില്ലെങ്കിലും ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കും, ഇല്ലെന്നല്ല. എന്നാലും ഭയങ്കര ബിസി ആയത് കാരണം ഞാൻ 1 മണിക്കൂറൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്നാലും എനിക്ക് ഒത്തിരി ആൾക്കാർ ഇവിടെ ഭയങ്കര ഫേവറേറ്റാണ്. ഞാൻ OR വർക്ക് ചെയ്യുന്നത്. പക്ഷേ പ്രീ-ഓപ്പും പാക്യൂവും നമ്മുടെ ഒരു ടീം തന്നെയാണ്. കാരണം നമ്മൾ പ്രീ-ഓപ്പിലാണ് പേഷ്യൻറ്റിനെ എടുത്തുകൊണ്ട് വരുന്നത്, പാക്യൂവിലാണ് നമ്മൾ പേഷ്യൻറ്റിനെ കൊണ്ടുവിടുന്നത്. അപ്പോൾ ആ ഒരു ടീമും കൂടെ നമ്മുടെ പാർട്ട് ഓഫ് ടീമാണ്. അവിടെയും എനിക്ക് രണ്ടിടത്തും ഒത്തിരി, അതൊരു വേറെ ഡിപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. പക്ഷെ അവിടെ എല്ലാം നമുക്ക് ഒത്തിരി പേരെ അറിയാം. ലൈക്ക് ഞാൻ റിസപ്ഷനിസ്റ്റ് മുതൽ നമ്മുടെ സാധാരണ ഒക്കെ ഇല്ലേ, നമ്മുടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ്, എല്ലാവരുമായിട്ട് ഞാൻ കമ്പനി കേട്ടോ. ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും ഒത്തിരി പേര്. ഇന്നാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു ഡോക്ടർ വന്നിട്ട് നീ ഇന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ഹൗ ലക്കി ഐ ആം എന്ന് വെച്ചു മാറിയെന്നായിരിക്കും. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ കുറേ വേറെ ആണെങ്കിലും ഞാൻ റോബോട്ട് ആണ് കേസസ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഞാൻ റോബോട്ട് നേഴ്സ് പോലെയായിരുന്നു. അപ്പം ഞാൻ റോബോട്ടിലുള്ള ഡോക്ടറിനെ കണ്ടു, പുള്ളിയുടെ അടുത്ത് കുറേ സംസാരിച്ചു, അങ്ങനെയൊക്കെ. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു. ഒൺലി തിങ് ഇവിടെ പുതിയ ഡയറക്ടർ വന്നു, അപ്പോഴേക്കും കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തി, കുറേ സാധനങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പോഴത്തേക്കിനും എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാവുന്ന സ്ഥലമായിരുന്നു. പക്ഷെ അവിടെ ഞാൻ ഈ PRN പോയി അങ്ങനെ ഓഫ്റ്റൻ വരാതിരിക്കുന്ന സമയമായപ്പോഴേക്കാണെങ്കിൽ ഇതെല്ലാം ചേഞ്ചസ് വരുത്തിയത്. അപ്പോഴേക്കും ഞാനിപ്പോൾ വരുമ്പോഴത്തേക്കിനും എനിക്ക് പല സാധനം എവിടെയാണെന്ന് അറിയത്തില്ല. ഒന്നാമത് അവിടെ ഇവിടെയും എല്ലാം ഒന്ന് റീകളക്ട് ചെയ്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറേ സാധനം എവിടെയെന്ന് എല്ലായിടത്തും ചോദിക്കേണ്ടി വന്നു. പക്ഷേ അവരെല്ലാം എനിക്കെല്ലാം പറഞ്ഞു തന്നു കേട്ടോ, കറക്റ്റായിട്ട്. നല്ലതായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ, ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ആ ഒരു 3 വെറൈറ്റി ഓഫ് ഡേയ്സ് ഓഫ് വർക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഞാൻ എല്ലായിടത്തും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ ജോലിയാണെങ്കിലും നൈസാണ്, അവർ നല്ലതാണ്. അതുപോലെ ഞാൻ ഇന്നലെ പോയെടുത്താണെങ്കിലും അവർ ഭയങ്കര സ്വീറ്റാണ്. ജോലിക്ക് പോകുന്നതന്നെ തോന്നാറില്ല. ഇവിടെ എല്ലാവരും സ്വീറ്റാണ്, പക്ഷേ കുറച്ചുകൂടെ ബിസിയാണ്. എമർജൻസീസ് വരും, ഹോസ്പിറ്റൽ സെറ്റിങ് ആയതുകൊണ്ട്. അങ്ങനെ ആക്ച്വലി വേറെ ഒരു സ്ഥലം കൂടി ഉണ്ട്, പിന്നെ ഞാൻ അവിടെ അങ്ങനെ ഓഫ്റ്റൻ പോവാറില്ല. അങ്ങനെ ഞാൻ എല്ലായിടത്തും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യണത്. ബിക്കോസ് എനിക്ക് ആക്ച്വലി എയർ ഹോസ്റ്റസ് ആവാനായിരുന്നു ഇഷ്ടം. എൻ്റെ അച്ഛൻ നിർബന്ധിച്ചാണ് എന്നെ നഴ്സിങ്ങിലേക്ക് വിട്ടത്. ഇത് രണ്ടിലുമുള്ള തിങ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ, എനിക്ക് ആൾക്കാർ വേണം. അപ്പം ഞാൻ നഴ്സിങ് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ കൂടുതലൊന്നും തിങ്ക് ചെയ്തില്ല. അങ്ങനെ അന്ന് പറഞ്ഞപ്പം അച്ഛൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ അങ്ങ് ചേർന്നു. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷനെ നമ്മളായെങ്കിൽ നമുക്ക് വേറൊരു പ്രൊഫഷൻ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഫഷനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ എന്താണെങ്കിലും ചെയ്യുന്ന സംഭവം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യണത്. എല്ലാവരുമായിട്ടും ഞാൻ നല്ല കമ്പനിയായിട്ട് തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കണേ. അപ്പം വലിച്ച് നീട്ടുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതുപോലത്തെ വീഡിയോസ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻസിലിടുക. ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം നമ്മൾ ഒത്തിരി എൻക്ലക്സ് റിലേറ്റഡും നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് വരാനതിൻ്റെ ആ ഒരു ഇൻഫോർമേഷൻ റിലേറ്റഡ് അങ്ങനത്തെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആർക്കെങ്കിലും അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം കമൻസിൽ ഇടാനും മറക്കരുത്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു. What is this? Hi. Take your shoes off. Okay, take mommy's shoes off. Okay. Look at this. Put it over there. Oh, okay. Follow me. Car is locked. It's fine. Can mommy come in? No, you No. It's Daddy.